ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കിന്ന് ഡെയിലി റൂട്ടീൻ കാണാം. അപ്പം ഇത് രാവിലെ തൊട്ട് ഒരു ഉച്ച വരുള്ളൂ നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ കാണാം. അപ്പം ഞാൻ എന്താ രാവിലെ എണീറ്റ് ഫ്രഷ് ഒന്നും ആയിട്ടില്ല, അങ്ങനെ എണീറ്റിരിക്കാൻ പറ്റുക ഗായ്സ്. നമ്മൾ ചെറിയൊരു സ്കിൻ കെയർ ചെയ്തിട്ട് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താ ബ്രഷൊക്കെ ചെയ്ത് വന്ന് ഫേസൊക്കെ കഴുകിയട്ടോ. നമുക്ക് മോയ്സ്ചറൈസർ കഴിയാറായി ഗൈസ്. ഇട്ട് കൊടുക്കാം, ഡീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ. പറ്റുള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡെയിലി വ്ളോഗ് കണ്ടാലും അപ്പം ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയി, ഇതെൻ്റെ ന്യൂ ഫ്രണ്ടാണ് കേട്ടോ. ഇന്നലെ ഞാൻ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ 2 കളർ ഉണ്ടായിരുന്നു, ഒന്ന് ഈ കളറും ഒന്ന് പിങ്കും. പക്ഷെ പിങ്കിനേക്കാൾ എനിക്ക് കൂടുതൽ ഈ കളറാണ് കേട്ടോ ഇഷ്ടമായി. അപ്പം ഞാനങ്ങ് വാങ്ങി ഈ കളർ. നല്ല രസമില്ലേ കാണാൻ, ക്യൂട്ടായിട്ടുണ്ടല്ലേ ക്യാപ്പൊക്കെ വെച്ചിട്ട്. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ന്യൂ ഫ്രണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം രാവിലെ തന്നെ നമുക്കൊരു മുട്ടപ്പേരി ഉണ്ടാക്കാം അല്ലേ. അങ്ങനെ ഞാൻ ഉള്ളി കാര്യങ്ങളൊക്കെ എടുത്ത് തോലൊക്കെ കളഞ്ഞ് നമുക്കിനി അത് അരിഞ്ഞ് സെറ്റാക്കാം ഗൈസ്. അപ്പം ഞാൻ അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അരിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഞാൻ സ്റ്റൗവൊക്കെ കത്തിച്ച് പാത്രം വെച്ച് ഓയിലൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി അതിലോട്ട് ഇടാം ഗൈസ്. അങ്ങനെ ഉള്ളി ഇട്ട് ഇനി നല്ലപോലെ വഴറ്റിയെടുക്കണം. രാവിലെ തന്നെ മമ്മ ഓർഡർ തന്നിട്ട് പോയതാണ് മുട്ടപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഉണ്ടാക്കാം. അപ്പം ഞാൻ അങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളി ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അതിലിടുന്നതിന് മുന്നേ ഒന്നുകൂടെ നന്നായി വാടി വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മുട്ടയും കാര്യങ്ങളും എടുത്ത് 3 മുട്ടയാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 3 മുട്ടയും ഞാൻ ഇട്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവോ. ഓൾറെഡി ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മുട്ടപ്പേരി ഇവിടെ റെഡിയായി ഗൈസ്. ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പാത്രങ്ങൾ കഴുകി വെക്കണ്ടേ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റൗവും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കാമെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി കൊണ്ടിരിക്കാം. അലങ്കോലാക്കി വയ്ക്കും ഞാൻ അടുക്കളയിൽ കയറിയാൽ. എൻ്റെ മെയിൻ ഹോബി. അപ്പം ഞാൻ തന്നെ തുടച്ച് വെച്ചില്ലെങ്കിൽ അമ്മയുടെ വായിന്നിരിക്കുന്ന ഫുള്ള് കേൾക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നു. അങ്ങനെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പണി അടുക്കലിലോട്ട് പോവാം. അങ്ങനെ എല്ലാ ഭാഗവും അടിച്ച് വൃത്തിയാക്കി ഇനി നേരെ എൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞൊന്നുമില്ല, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിടണം. ആകെ അലങ്കോലാക്കി. ഞാൻ രാവിലെ എണീറ്റ് പോകുമ്പോൾ വിരിച്ചിടാൻ മറന്നു ഗൈസ്. അപ്പം അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കണം. അങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ റൂമിന്. ഞാൻ ഇങ്ങനെയാക്കി എടുത്തു. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അതൊക്കെ കഴിഞ്ഞതേ ഗൈസ്, അമ്മ ചൂടോടെ കാളം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ടേസ്റ്റാണെന്നറിയാം കാളം കഴിക്കാൻ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു പാലക്കാടിൻ്റെ സ്പെഷ്യലാന്ന് തോന്നുന്നു കേട്ടോ കാളൻ. നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ കാളൻ എന്താന്ന്? ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സിനോട് പലരിനോട് കാളൻ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അറിയ പോലും ഇല്ല കേട്ടോ. അങ്ങനെ എൻ്റെ പണിയൊക്കെ ഒരുങ്ങി ഞാൻ കാളം കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂട് കാളം, മഷ്റൂം കാളനാണ് കേട്ടോ ഗൈസ് ഞാൻ വാങ്ങിയത്. അപ്പം അതൊക്കെ കഴിച്ച് അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.